ഹായ്. എന്നാ മമ്മ കാപ്പി കുടിക്കുന്നു. ഹായ്. ഇന്ന് കായലിലോട്ട് പോവാം. ചൂണ്ടിടണം, തേടിനെ പിടിക്കണം. ഏത് മീനുണ്ടെങ്കിൽ തൂക്കിക്കൊണ്ട് വരണം. ഓക്കെ, കമോൺ കുട്ടി വാടാ. നമ്മൾ മുപ്പത് കക്കര വട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തേങ്ങയും കിട്ടിയണ്ട, 2 തേങ്ങയും കിട്ടി. നേരെ വട്ടത്തിലേക്കാണ് പോകുന്നത്. വട്ടത്തിലേക്കര വട്ടം വെള്ളമാണ്. അപ്പോൾ മീൻ പിടിച്ചിട്ട് പോകും. ഇവിടെ നമുക്ക് ഈ ദ്വീപിന് അങ്ങോട്ട് പോകാം. ഇവിടെ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് പോകാം. നല്ല തിരിച്ച് പോകാം. നമ്മൾ കായലിലോട്ട് ഇറങ്ങിയാണ് ഞാൻ. എല്ലാവർക്കും കായലിറങ്ങി നമുക്ക് കക്കയും പാരാ ചേട്ടനെ പിടിക്കാം. ഓക്കെ, കിട്ടുമെങ്കിൽ കൊഞ്ചിനെയും തപ്പിയെടുക്കാം. കിട്ടുമെങ്കിൽ നമുക്ക് കൊഞ്ചിനെയും തപ്പിയെടുക്കാം. ഇത്ര ആയത് കൊണ്ട് ഇറങ്ങി ബാക്കി 2 തേങ്ങ പിടിച്ചിട്ട് ഞാൻ പോയി. അങ്ങാണ് പോകേണ്ടത്. ആ ദ്വീപിലാണ് പോകേണ്ടത്. അവിടെയാണ് പോകേണ്ടത്. ദ്വീപിലേക്ക് പോകാം. കൊഞ്ചുണ്ടെന്നാണ് അപ്പിലൊക്കെ പറഞ്ഞേക്കണത്. വട്ടത്തിൽ നിന്ന് തപ്പി നോക്കാം. രാവിലെ ആയതുകൊണ്ട് കൊഞ്ച് കിട്ടാൻ വളരെ സാധ്യത ഉണ്ട്. നമ്മളെ ദ്വീപിലേക്ക് നമ്മൾ കയറിയാണ്. ദ്വീപിലേക്ക് നമുക്കൊന്ന് കയറാം. ദ്വീപിലേക്ക് പോകാം. സാധനങ്ങൾ ഓക്കെ. എൻ്റെ ദ്വീപ് ഇവിടെ സെറ്റ്. ഇവിടെ ഇനി ഒരു ലോഡ് വീഡിയോ നടക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് തപ്പൊക്കെ തുടങ്ങാം. നമുക്ക് ഇവിടെയൊക്കെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ തൂക്കണം. വളരെ കുറവാണ്. പക്ഷെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. 2-3 കിട്ടിയിട്ടുണ്ട്. ഈ സൈസാണ്. നമുക്ക് ചൂണ്ടയിടാം. ചൂണ്ടിടാൻ പറ്റിയ പരിവാണ്. കറി വയ്ക്കാനും കൊള്ളാം. കറി വയ്ക്കാൻ ഇവിടെ തോനയില്ല. അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ട് വേണം. നമ്മൾ ഉള്ളിലോട്ട് പോയി കൂതം കുരുവിടും. കക്കലാക്കിയിട്ടുണ്ട്. കിട്ടി തുടങ്ങി. ഉണ്ടോ, നല്ല സൂപ്പർ സാധനമാണ്. പയറ് മണി എന്നൊക്കെ ഇരിക്കണണ്ട. ഇതെടുത്ത് അടുത്ത് തപ്പാം. ഒരു പാട്ട് പാടിയാലേ. ഓളങ്ങൾ തളം തൽ
ഒരുത്തനോടെ കിട്ടി. ഒരു ഉണക്ക സാധനം, ഒരു ഉണക്ക വെള്ളക്ക. ഓ ഇത് പൊട്ടി ചത്തത്. ചെമ്പരത്തി ചെമ്പരത്തി സൂപ്പർ കക്ക. എന്താ കിണ്ണം കക്ക. അതായത് പോക്കറ്റിലിട്ടത്, പോക്കറ്റ് വാരിയിടുന്നു. പോക്കറ്റിൽ നിന്ന് വാരി ഇടുകയാണ്. കുറച്ചുകൂടെ മതി, നമുക്ക് ചൂണ്ടയിടാം. ചൂണ്ടയിടാറായി. ഒരു 10 കിട്ടിയാൽ മതി. അപ്പോൾ ഒന്നായി. ഒന്നാമത്തെ കക്കായി. ഓളങ്ങൾ തളന്തല്ലുമ്പോൾ രണ്ടാമത്തെ കക്ക അടുത്ത് പുകയിടാം. 10 കക്ക അവിടെ നിന്ന് പറക്കും, ചൂണ്ടയിടും. ഇതാണ് ദൗത്യം. ഇന്നത്തെ 2 എണ്ണമായി. ചന്തക്കിൽ പോകുമ്പോ ചന്ദനത്തുള്ള മീൻകാരി മീൻകാരി മീൻകാരിയാ മീൻകാരി 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 ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുമപ്പുള്ള മീൻകാറി മീൻകൂറി പെണ്ണിനെ കണ്ടു ഞാൻ. മീൻകാറി. അപ്പം നമുക്ക് അടുത്ത പാട്ട് പാടാം. അപ്പോൾ 2 3 കക്ക ഇട്ടിരിക്കുന്നു. ബാക്കി കക്ക ഉണ്ട്. കക്ക എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവച്ചാണ്. അപ്പം 3 കക്ക 10 കക്ക കഴിഞ്ഞ് വരോള്. ഞാൻ 10 കക്ക കഴിഞ്ഞ് വരോള്. ഇത് കഴിഞ്ഞ് ചൂണ്ടയിടാം. ഇതിൻ്റെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അടുത്തന്നെ കിട്ടി. 4ാമത്തെ കക്ക കിട്ടി. 4ാമത്തെ കക്ക. നല്ല 4ാമത്തെ കക്ക കിട്ടി. 5ാമത്തെ ഒരു മുതുക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കീടിലം കക്ക. 5ാമത്തെ കക്ക കിട്ടിയിരിക്കുന്നു നമുക്ക്. ഇനി 5 കക്കയുടെ കിട്ടിയാൽ ഇവിടെ നിന്ന് കക്ക വരക്കം താൽക്കാലികമായി നിർത്തുകയാണ്. 5 കക്കയുടെ ഒപ്പിച്ചാൽ മതി. ഇവിടെയൊക്കെ 5 കക്ക കാണും. 6ാമത്തെ കക്ക കിട്ടിയിരിക്കുന്നു. 6ാമത്തെ കക്കയും കിട്ടിയിരിക്കുന്നു. 6ാമത്തെ കക്ക കിട്ടിയിരിക്കുന്നു. ഇനി കേവലം ഒരു 4 കക്കയുടെ കിട്ടിയ അടുത്ത ചൂണ്ടിടാൻ പോവുകയാണ്. 4 കക്ക 4 കക്ക 4 കക്കയുടെ തപ്പ തുടങ്ങിയിട്ടുണ്ട്. 4 കക്കയുടെ കിട്ടിയാൽ ചൂണ്ടടക്കാൻ പോവുകയാണ്. 4ാമത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി കേവലം 3 കക്കയുടെ കാര്യം. 3 കക്കയുടെ കാര്യമേ ഉള്ളൂ. 3 കക്കയുടെ കാര്യം. പോക്കറ്റിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 കക്കയുടെ കാര്യമേ ഉള്ളൂ. 3 കക്കയുടെ കിട്ടിയാൽ
ഇവിടുന്ന് അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. 3 കക്ക 3 കക്ക നഷ്ടത്തില്ല. 3 കക്ക പറക്കണം. ഉണക്ക കക്ക കിട്ടുന്നുണ്ട്. അത് എടുക്കൂല, സ്വീകരിക്കുന്നതല്ല. നല്ല വെടിക്കെട്ട് ചില്ലറയുള്ള കക്കകളാണ് ഇനി സ്വീകരിക്കുന്നത്. ജനങ്ങൾക്ക് ഉണക്ക കക്കളൊന്നും സ്വീകരിക്കുന്നതല്ല. അങ്ങനെ കൊച്ചു കക്കൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും സ്വീകരിക്കുന്നതല്ല, താൽക്കാലികമായി ഇടുന്നേ ഉള്ളൂ. ഇനി 3 കക്കയുടെ നല്ല കിട്ടില്ല കക്ക കിട്ടുമെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ ഗെയിം ടാസ്ക് പൂർത്തീകരിക്കുകയാണ്. കായൽ മൊത്തം കയറി ഇറങ്ങണമെന്നാണ് ഈ 3 കക്കയ്ക്ക് വേണ്ടി. ടാസ്കിൽ 3 നിന്നും ഒരു ചെറുത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി ടാസ്ക്, അല്ലെങ്കിൽ ഭ്രാന്താവും. ഇനി 2 എണ്ണട മതി. ടാസ്കിൽ നിന്നും ഇനി കേവലം 2 കക്കയുടെ ആവശ്യമേ ഉള്ളൂ. തപ്പി നോക്കാം. 2 കക്ക കഴിച്ച് തപ്പിന്. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് ഒന്നും വാട കറി. 2 കക്കയുടെ രണ്ട് കക്കയുടെ കിട്ടിയാൽ ഈ ഗെയിം ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. ഉണക്ക കക്കകൾ സ്വീകരിക്കുന്നതല്ല, ചെറിയ കക്കകളും ചെറിയ പുള്ള ബാലകന്മാരെ സ്വീകരിക്കുന്നതല്ല. അടുത്ത ബാലകനും കിട്ടി, അവൻ്റെ മൂത്തച്ഛനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കക്ക ഇനി ഒരൊറ്റ കക്കയുടെ കാര്യം, ഈ കക്ക ചെറുതിനെ കണക്കിൽ കൂട്ടൂല. അടുത്തതായി ഒരൊറ്റ കക്കയുടെ കാര്യത്തിൽ ഈ ഗെയിം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഒറ്റ കക്കയുടെ കിട്ടിയാൽ ഈ ഗെയിം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ ടാസ്കിൽ നിന്നും അടുത്ത ടാസ്കിലേക്ക് യാത്ര ചെയ്യുകയാണ്. കക്ക വാര ടാസ്കിൽ നിന്നും മറ്റൊരു ടാസ്കിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. കുട്ടിയൊന്നും എടുക്കൂല, കള്ളക്കളി പാടില്ല. ഒറ്റ സാധനം ഇവിടെ കിട്ടിയ പൊളിച്ച്. ഇത് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നില്ല, ഞാൻ ഇറങ്ങി വന്നുകൊണ്ടാണ് ഞാനിത് കയറ്റി വയ്ക്കുകയാണ്. മിസ്സായി പോയി. ടാസ്കിൽ നിന്നും അടുത്ത ഒരു കൊച്ചു കിട്ടി. കൊച്ചു ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, കിട്ടില്ല. സാധനം എടുത്താലേ ഫിനിഷിങ് റൗണ്ടിലേക്ക് പോവുകയാണ്. ഫിനിഷിംഗ് റൗണ്ടിൽ നിന്നും ഫിനിഷിംഗ് റൗണ്ടിലേക്ക് പോവുകയാണ്. ഒരു കക്കയ്ക്ക് വേണ്ടി ഇവിടെ പത തുപ്പിയെടുക്കുകയാണ് ഞാൻ. ഒരു കക്ക കിട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുകയാണ് ഞാൻ. ഇപ്പോൾ ഏകാന്തമായ ചിന്തയിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഒരു കക്കയ്ക്ക് വേണ്ടി നടക്കുന്നത്. ഒക്കെ കിട്ടിയാലേ പറ്റുള്ളൂ. അയ്യോ, ഇവിടെ കുഴിയായി പോയി. ഇവിടുന്ന് മേലോട്ട് കയറി പോവാം, അല്ലെങ്കിൽ പെടും.
ഒറ്റ കക്കട മതി. ഒറ്റ കക്കയുടെ ടാസ്കിലൂടെ ഈ ടാസ്ക് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ കാലിൻ്റെ രവത്ത് കയറി എന്നെ ആക്രമിക്കുന്നുണ്ട്. അകത്തുള്ള മുള്ളുകൾ, ചെടിയിൽ നല്ല മുള്ളുണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളം ഒലിച്ച് വരണോണ്ടേ വേസ്റ്റ് എല്ലാം ഒലിച്ചിഞ്ഞ് വരും തോട്ടിൽ നിന്ന്. ഇത് ഇവിടെ തന്നെ വന്ന് കിടക്കണമല്ല വേസ്റ്റ്. അതുകൊണ്ടാണ് ഈ ടാസ്ക് എത്തി. ഒരുത്തനെ കിട്ടിയാൽ ഈ ഗെയിം പൂർത്തീകരിച്ചിരിക്കുന്നു. അതാ ഗംഭീരമായ ഒരുത്തനെയാണ് തൂക്കിയിരിക്കുന്നത്. സലാം ബോസസ്. ഈ ഗെയിമിൻ്റെ ഈ ടാസ്ക്, കക്ക വാര ടാസ്ക് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത മീൻ പിടിക്കുന്ന ടാസ്കിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. 10 കൂടുതൽ മുമ്പേ പറക്കായിരുന്നു. പിന്നെ 10 എണ്ണം വെച്ചെന്നേ ഉള്ളൂ. ആ 10 ടാസ്കും പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് മീൻ പിടിക്കുന്ന ടാസ്കിലേക്ക് പോകാം. എല്ലാ പ്രഷറും കാണുക. അതിസുന്ദരമായ കായലാണ്. മൂത്ത് വന്ന് ഇറങ്ങി കൊടുക്കലും നല്ല കുഴികളൊക്കെ ഇടയ്ക്കുണ്ട് ആണെങ്കിൽ. നമ്മൾ അടുത്ത ടാസ്ക് ചൂണ്ടടക്കമാണ്. അപ്പോൾ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര കക്കയാണ്, എത്ര മീൻ പിടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ടാസ്ക് ഇട്ടിട്ടുണ്ട്. ചൂണ്ടട്ടാക്കിയാണ്. ടാസ്കിൽ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. നല്ല തണലാണ് ഇവിടെ വന്നിരിക്കാൻ. മരങ്ങളൊക്കെ അടിപൊളിയായിട്ട് വളർന്നിരിക്കുന്നുണ്ട്. ടാസ്കിൽ ഫസ്റ്റ് പോയി. ക്യാമറ വയ്ക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്. ടാസ്കിൽ ഫസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ വയ്ക്കുന്ന സ്റ്റാൻഡ് കാണിച്ചു തരാം. ക്യാമറ വയ്ക്കുന്ന സ്റ്റാൻഡാണിത്. കാട്ടുവള്ളിക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാമറ എടുത്ത് വയ്ക്കിയപ്പോൾ ലൈവായിട്ട് കാണാം. കുപ്പിയാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സാധനമല്ല, വരുത്തിയതാണ് വെളിയിൽ നിന്ന്. നമ്മൾ ക്യാമറ വയ്ക്കുന്നു. നമുക്കൊന്ന് അറിയാൻ ഇനി ചൂണ്ടിടാൻ പോവുകയാണ്. കാണാം, ചൂണ്ട അവിടെ നിന്നത് കാണാം. ഓക്കെ, അല്ല കൊടുത്തുണ്ട് ഇട്ടിട്ടുണ്ട്. സാമ്പാണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൊത്തുണ്ട്, കൊത്തുണ്ട്, കൊത്തുണ്ട്. കിടിലം കൊത്ത് പോയി. കിടിലം കൊത്തുണ്ട്, കിടിലം കൊത്തുണ്ട്. നമ്മൾ രണ്ടാമത്തെ കക്ക പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ്, ഇങ്ങനെ എടുക്കുക. ഇതോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെത എടുക്കണം. ബാക്കി കളയണം. ചെത എടുത്ത് കളഞ്ഞിട്ട് അവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂണ്ടെടുക്കുക. ഈ നൈസ് ഭാഗത്ത് കാണാൻ പറ്റുമെന്തോ, നൈസ് ഭാഗത്ത് ഇങ്ങനെ കയറ്റിയിട്ട് കട്ടി ഭാഗത്ത് കൊണ്ടുവന്ന് ചൂണ്ടങ്ങ് ലോക്ക് ചെയ്യണം. അവിടെ അങ്ങ് ഇരുന്നോളും. ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ അക്ക ഇടാൻ പോവുകയാണ്. രണ്ടാമത്തെ അക്ക പോയിട്ടുണ്ട്. കൊത്തി കൊണ്ടുപോയി നടന്നത്.
കാണാൻ പറ്റുമെന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് കൊത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് എന്താ എന്താ പോയി എന്നാണ് തോന്നുന്ന പ്രേക്ഷകരെ. കൊണ്ടുപോയി അത് പൊന്നെ പോലെ കൊണ്ടുപോയിട്ടുണ്ടത്. രണ്ടാമത്താക്കി കിട്ടി പ്രേക്ഷകരെ, കിട്ടി. രണ്ടാമത്തെ കക്കിക്ക് തന്നെ ഉണ്ടോ പ്രേക്ഷകരെ? രണ്ടാമത്തെ തന്നെ പിടിച്ച് പ്രേക്ഷകരെ, രണ്ടാമത്തെ കക്കയിൽ തന്നെ പിടിച്ചിരിക്കുന്നു പ്രേക്ഷകരെ. കക്ക പോയിട്ടില്ല. കക്ക നമുക്ക് വീണ്ടും എടുക്കാം. രണ്ടാമത്തെ കക്ക പോയിട്ടില്ല. രണ്ടാമത്തെ കക്ക ഇത് തന്നെ. ഒന്നുകൂടെ ഇത് ഒരു ചാൻസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബോണസാണ്. ഒന്നുകൂടെ ഇട്ട് നോക്കാം. രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ മാത്രമേ അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ സാമ്പിളായിട്ട്. രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ കാണാം. ചൂണ്ടയൊക്കെ കൊടുത്തു. ടാസ്ക് അല്പം നേരം കട്ട് ചെയ്യാം. ഗെയിമിലെ 5-ാമത്തെയാണ് കക്കയാണ് പോകുന്നത്. എടുക്കുന്നു പാടാ. പ്രേക്ഷകരെ 5-ാമത്തെയാണ്. അഞ്ചാമത്തതും കുത്തി പ്രേക്ഷകരെ കുത്തുന്നുണ്ട്. അഞ്ചാമത്തെ ടാസ്കിൽ കൊത്തി 2 എണ്ണം വീണിട്ടുണ്ട്. പോയി കാണും. അഞ്ചാമത്തെ ടാസ്ക് തീർന്നിരിക്കുന്നു. ഇല്ല, കുത്തുന്നുണ്ട്. ഇതുവരെ എടുക്കാൻ സമ്മതിച്ചില്ല. ഒമ്പതാമത്തെ ഇടാൻ പോകുകയും വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഒരു മീനെ കിട്ടുന്നുണ്ട് ഈ ടാസ്കിൽ. 9-ാമത്തെ കൊടുത്തിട്ട് ഓടാൻ മോനെ. ഒമ്പതാമത്തെയാണ് ഈ ഗെയിം.
9ാമത്തെ കറക്റ്റായില്ല. പോയില്ല. 9ാമത്തെ ടാസ്ക്കാണ്. സങ്കടകരമായാണ് 10ാമത്തെ ഇടാൻ പോണത്. 10ാമത്തെ അക്ക ഇതൊക്കെ ഇട്ട് ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഞാൻ. ഈ ഗെയിം എടുത്തോണ്ട് പാടാ. 10ാമത്തെ ഈ ഗെയിം ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ടാസ്കിലേക്ക് അടുത്ത ആഴ്ച കാണാം. അയ്യോ, 10ാമത്തെ നല്ല കുത്തുണ്ടായിരുന്നു. എൻ്റെ കൈ നഷ്ടപ്പെട്ട്. പത്താമത്തെയും പോയി. 10ാമത്തെയും പോയി. എൻ്റെ ചൂണ്ട ചുറ്റാൻ പോവുകയാണ്. ഈ ഗെയിം ഇവിടെ ഈ ടാസ്ക് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. 10ൽ 1 മീൻ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ടാസ്കിലേക്ക് വരികയാണ്. എത്ര മീൻ കിട്ടുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച കാണാം. 10 കക്കിൽ എത്ര മീൻ കിട്ടുമെന്ന്. ഈ ഗെയിം ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച കാണാം പ്രേക്ഷകരെ. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ട്. നല്ല കാതലുള്ള തെങ്ങാണ്. കരിങ്ങോലയൊക്കെ ഒരു ലോഡ് കിടക്കണുണ്ട്. ഇന്നലെ വന്ന് തേങ്ങ ഓടിയിട്ട് പോയുള്ളൂ. അപ്പോൾ സ്റ്റിക്ക് അവിടെയാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്താ ഈ സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ട്. സ്റ്റിക്കിന് വയർ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വയർ കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി ഇത് ആരും വന്നെടുക്കാൻ വേണ്ടി വൈദ്യുതി കണക്ഷനും കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ വരെ. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഗെയിം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഗെയിമിൽ ബാക്കിയുള്ള കക്കയൊക്കെ ബാക്കിയുള്ള കക്കയൊക്കെ അല്ലാതെ കിടക്കണത്. ഇന്ന് കിട്ടിയ കൊമ്പനാണിത്. ഇവനാണ് ഇന്നത്തെ പൊരിക്കാനുള്ള ടാസ്ക് മീൻ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച കാണാം ഈ അടുത്ത ടാസ്കിലേക്ക്. ഓക്കെ, ടാറ്റാ. ഇതാണ്ട് ഈ കറിയും പിന്നെ രാവിലെ ഞാൻ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ പൊരിച്ച് കണ്ടാ. തലയും പൊരിച്ച് മീനും പൊരിച്ച്. ഇതാണ് കക്ക. എൻ്റെ കക്ക കണ്ട. ഇത്തിപ്പൂരം കക്കയും കിട്ടിയത്. ഇന്നലത്തെ മീൻ അമ്മച്ചി വെച്ച മീൻ. അപ്പോൾ ഇതാണ് ഇന്ന് തിന്നാൻ പോകുന്നത്. ഇത് നെത്തിപ്പൂരം എടുക്കണം. മച്ചിത്തി ഉള്ളി എടുത്തോളൂ അമ്മ ഉള്ളിയാ. ഇതിങ്ങനെ എടുക്കണം. ഇതിൻ്റെ ഇട്ട് വയ്ക്കണം. രാവിലത്തെ കാപ്പി കുറച്ച് ഇതെടുക്കണം. കക്കാണ്ട കക്കയൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊരിച്ച്. ഇന്നത്തെ കാപ്പിടി
കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഉള്ളി 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 ഇപ്പോൾ കൊണ്ടുവരും. കുറച്ച് മീനെടുക്കണം. ഫ്രഷ് സാധനമൊന്നും കെമിക്കലൊന്നും കളഞ്ഞിട്ടില്ല. പോയി ചെല്ലുക, പിടിച്ചോണ്ട് വരിക, ഇളക്കുക. പൂച്ച കിടന്ന് കരയുന്നു. അവനിപ്പോൾ കൊടുക്കുന്നതാണ് ഞാൻ. ഇപ്പം തരാം സുന്ദരം, ഇപ്പം തരാടാ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, അതാ അരിഞ്ഞിട്ടരിയാണ് എനിക്ക്. അപ്പോൾ തലയുടെ പകുതി ഭാഗം വേറെ ടീം കൊണ്ടുപോയി ഉണ്ട്. വേറെ ടീം അറിയുന്ന രണ്ടുപേർ പകുതി ഇളക്കിയിട്ട് കൊടുത്ത്. ഉള്ളിലൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ട് കണ്ണ് മൂത്തിരിക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇതിൽ ഭാഗം അപ്പത്തിൽ കൂടെ രുചി വർത്തിക്കും. എന്നിട്ട് ഇങ്ങനെ വയ്ക്കണം. എന്താ തലയും കണ്ട കരണ്ടിയാക്കി വെച്ചാൽ കണ്ട കുറച്ചൊക്കെ അവർ കൊണ്ടുപോയി. ഉള്ളിയുടെ സെറ്റപ്പാണ്. ഇന്ന് ഞാൻ ചാള മേടിച്ചുകൊണ്ട് കൊടുത്ത് അത് അവിടെ പോയി രണ്ടെണ്ണം ഒറ്റ മുള്ളി ചവച്ചരച്ച് കഴിഞ്ഞാൽ ഒക്കെ അവരിന്നോളും. ടാറ്റാ. അടുത്ത വീഡിയോ.